ജരാനരകൾ ബാധിച്ച ഒരു അമ്മയുടെ കരവിരുതിന്റെ വിജയകഥയാണ് ഈ ആഴ്ച വിസ്മയത്തിന്റെ ചെപ്പ് തുറക്കുമ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ഒരു നാടിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച മാലതി ടീച്ചർ. തിരുവാതിര മുത്തശ്ശി എന്നാണ് മാലതി ടീച്ചർ അറിയപ്പെടുന്നത്. ഒത്തിരി സ്റ്റേജുകളിൽ പിന്നെ ടീച്ചർ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ടീച്ചർ തന്നെ ഓരോ പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അത് ട്യൂൺ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാണ്. അതിനുള്ള പാട്ടുകളെല്ലാം ടീച്ചറാണ് സെലക്ട് ചെയ്യുന്നത്. ഏത് വേണം ഏത് വേണ്ടെന്ന് ഒരർപ്പണം തിരുവാതിരയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുകയാണ് ടീച്ചർ. ഇത്രയും വർഷമായിട്ടും ടീച്ചറുടെ ആ ഒരു എനർജി ഞങ്ങൾക്കൊക്കെ ഒരു പാടാണ്. കൃത്യനിഷ്ഠ, എനർജി, അതിനോടുള്ള ഡെഡിക്കേഷൻ എല്ലാം പെർഫെക്റ്റ് ആണ് ടീച്ചറുടെ കൂടെ കൂടിയിട്ട് ഞങ്ങൾക്കും കൂടെ ആ ഒരു ടൈം കണ്ട കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആക്കാനുള്ളൊരു ഇത് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ച് ലോക റെക്കോർഡിൽ ഇടം നേടിയ അതിമാനുഷയായ ഒരു മുത്തശ്ശിയുടെ കരവിരുതിന്റെ കഥ. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മാലതി ടീച്ചർ എന്ന തിരുവാതിര രത്നത്തെ തേടി ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. കൗതുകത്തിന്റെ വാതായനങ്ങൾ തുറക്കുന്ന പുതിയ കാഴ്ചകൾ തേടി. ടീച്ചർ ഞങ്ങളുടെ സാംസ്കാരിക കേന്ദ്രവുമായിട്ട് നേരത്തെ തന്നെ ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ്. ടീച്ചർ അറിയപ്പെടുന്ന കലാകാരിയായിരുന്നു. പക്ഷേ ഈ 300 പേര് വെച്ചുള്ള ഒരു തിരുവാതിര എന്നുള്ളത് ടീച്ചറിന്റെ കണ്ടുപിടുത്തം തന്നെയാണ്. അത് കേരളത്തിൽ ഇവിടെ നടക്കുന്നവരെ നടന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളോട് ചോദിക്കുകയും ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ അത് നടത്തിക്കൊള്ളാൻ പറയുകയും ചെയ്തു. അങ്ങനെ വർണ്ണോജ്വലമായ ഒരു ചടങ്ങായിരുന്നു അത്. അത് കഴിഞ്ഞാണ് ഈ 3000, 6000 ഒക്കെ വന്നത്. പ്രധാനമായും മാലതി ടീച്ചറിന്റെ തന്നെ ഇൻസ്പിറേഷൻ കൊണ്ട്, അവരുടെ പ്രചോദനം കൊണ്ടാണ് അത് നടന്നിട്ടുള്ളത്. തിരുവാതിരയുമായി ബന്ധപ്പെട്ട് പിന്നൽ തിരുവാതിര എന്നൊരു പരിപാടിയുണ്ട്. വളരെ അപൂർവമായിട്ട് നടത്താറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതും ഇവിടെ വെച്ച് നടത്തി. അത് കഴിഞ്ഞ് മിക്ക തിരുവാതിരകളി സ്ഥലങ്ങളിലും ഇപ്പോൾ പിന്നൽ തിരുവാതിരയുമുണ്ട്. ഞാൻ ഒരു നാട്ടുംപുറത്തുകാരിയാണ്. ഇപ്പം നിങ്ങൾ എന്നെ കാണുമ്പോൾ എറണാകുളത്ത് താമസിക്കുന്നു. പക്ഷെ എൻ്റെ നാട് കുമ്പളം എന്നൊരു നാട്ടിലാണ്. ഞങ്ങളുടെ നാട്ടില് അന്ന് ഡാൻസുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തിരുവാതിര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്ത്രീകൾക്ക് മാത്രമുള്ളതായ ആചാരാനുഷ്ഠാനത്തോടുകൂടിയുള്ള ഒരു കലയാണ് തിരുവാതിര. പണ്ടുകാലത്ത് അകത്തളങ്ങളിൽ മാത്രം, നാലുകെട്ടിലും നടുമുറ്റത്തും മാത്രം ഒതുങ്ങി നിന്നിരുന്ന തിരുവാതിര കാലക്രമേണ അമ്പലങ്ങളിലേക്കും സ്കൂളുകളിലേക്കും യുവജനോത്സവ വേദിയിലേക്കും, എന്തിനധികം ഇന്ന് കല്യാണങ്ങൾക്ക് പോലും തിരുവാതിര കളി ഒരു ആഘോഷമായി തീർന്നിരിക്കുകയാണ്. കേരളത്തിലെ ഉടനീളം കുറേ തിരുവാതിര സംഘങ്ങൾക്ക് വേണ്ടി മൃദംഗം വായിച്ചിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ട്രഡീഷണലായിട്ട് തിരുവാതിര അവതരിപ്പിക്കുന്ന ഒരു ടീച്ചർ മാലതി ടീച്ചർ തന്നെയാണ്. കാരണം ചിട്ടയായ പരിശീലനവും ചിട്ടയായ അഭ്യാസനവും ടീച്ചറിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ ഉള്ള പുതിയ കലകളിൽ നിന്ന് മാറി എല്ലാവരും തിരുവാതിര ഡാൻസിലേക്ക് മതിയെന്ന് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ അടവുകളും. പക്ഷെ ടീച്ചർ എന്നും ആ തനത് ശൈലിയിൽ നിന്നും 1% പോലും വിട്ട് മാറിയിട്ടില്ല. പിന്നെ പിന്നൽ തിരുവാതിരയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടീച്ചർ തന്നെയാണെന്ന് പറയാം. കാരണം തിരുവാതിരയുടെ മുത്തശ്ശി എന്ന് പറയുന്ന മാലതി ടീച്ചർ ഈ സാധനം കണ്ടുപിടിച്ചപ്പോൾ ഇത് വളരെയധികം താളപ്രധാനമായിട്ടുള്ളൊരു ഇനമാണ്. ഇപ്പോൾ അത് ബാക്കിയുള്ള നാടോടി സംഘ നൃത്തങ്ങളിലേക്ക് അഡോപ്റ്റ് ചെയ്ത് അതിൽ കൂടുതൽ അടവുകളുമൊക്കെ ചേർത്ത് ആ പിന്നൽ തിരുവാതിര എന്നുള്ളത് തന്നെ ഒരു മോശമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ ദീർഘായുസ് കിട്ടാനും സൗന്ദര്യം നിലനിർത്താനും അവിവാഹിതകൾക്ക് സുന്ദരന്മാരായ ഭർത്താവിനെ ലഭിക്കാനുമാണ് പണ്ട് കാലത്ത് ആചാരാനുഷ്ഠാനത്തോടുകൂടി ഈ തിരുവാതിര നോയമ്പ് നോറ്റ് തിരുവാതിര കളിച്ചിരുന്നത്. അങ്ങനെയാണ് ആചാരം. ഇന്നത്തെ പോലെ അല്ല. അന്ന് നോയമ്പ് നോറ്റിരുന്നു. നോയമ്പിന് അരിഭക്ഷണം കഴിക്കാൻ പാടില്ല. ഗോതമ്പ്, ചാമ,
പിന്നെ പച്ചക്കറികൾ എന്ത് വേണമെങ്കിലും കഴിക്കാം. രാവിലെ എഴുന്നേറ്റ് ശിവന്റെ അമ്പലത്തിൽ പോയി തൊഴുത്, ശിവൻ എന്ന് വെച്ചാൽ ശിവനെയാണ് സങ്കല്പിക്കുന്നത് പണ്ടുള്ളവര് ഭർത്താവായിട്ട്. ഭർത്താവിനോട് ആയുസ്സും ആരോഗ്യം കിട്ടാനായിട്ട് ശിവനെ പ്രാർത്ഥിച്ചാൽ കിട്ടും എന്നാണ് ഒരു വിശ്വാസം. ഇതൊക്കെ ഒരു വിശ്വാസമാണല്ലോ. എന്നിട്ട് നൊയിമ്പ് നോറ്റ് ഇവിടെ വന്ന് ഈ അരി ഒഴിച്ചുള്ള ഭക്ഷണം എല്ലാം കഴിച്ച് വൈകുന്നേരമാകുമ്പോൾ തിരുവാതിര കളിക്കുന്നു. തിരുവാതിര കളിക്കുന്നതിന് മുമ്പ് ഈ ഒരു ചടങ്ങുണ്ട്. എന്താണ്? തുടിച്ചുകുളി. എന്തുവാ തുടിച്ചുകുളി? വെളുപ്പാങ്കാലത്ത് കാക്ക നിലത്തിറങ്ങുന്നതിന് മുൻപ് പോയി സ്ത്രീകൾ ഒന്നിച്ച് സംഘം ചേർന്ന് കുളത്തിപ്പോയി, ഇന്ന് കുളമില്ല, അന്ന് കുളമുണ്ട്, കുളത്തിപ്പോയി പാട്ടുപാടി തുടിച്ചു കുളിക്കും. അതാണ് തുടിച്ചുകുളി. തുടിച്ചുകുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അമ്പലത്തിൽ പോവാറുള്ളൂ അലക്കിയ വസ്ത്രം കൊടുത്ത്. അത് 2 ദിവസം മകയിരവും തിരുവാതിര 2 ദിവസവും തുടിച്ചു കൊടുത്ത്. എന്നിട്ടാണ് രാത്രി ഉറക്കളപ്പ്. സന്ധ്യയ്ക്ക് കളി തുടങ്ങും. 12 മണി വരെ പാതിരാപ്പൂ ചൂടല്. 12 മണി കഴിഞ്ഞ് വീണ്ടും കളിക്കും. പിന്നെ വെളുപ്പാങ്കാലത്ത് പോയി തുടിച്ചു കുളിക്കും. അമ്പലത്തിൽ പോയി തൊഴുത് നൊയിമ്പ് വീടി അരിഭക്ഷണം കഴിക്കും. ഇതാണ് അതിന്റെ ചിട്ട. തിരുവാതിരയുടെ ചുവടുകൾ അത്രയൊന്നും ചടുലമല്ലാതെ ഭൂമിയിൽ പതിയുമ്പോൾ അതാ എവിടെ നിന്നോ കുറച്ച് റോപ്പുകൾ തിരുവാതിര നടനത്തിനിടയിലേക്ക് എത്തിച്ചേരും. ഒരു നാട് മുഴുവൻ അമ്പരന്നു നിൽക്കെ ആ റോപ്പുകളതാ കൈപ്പിടിയിലൊതുക്കി ചുവടുകൾ ചടുലമാകും. താഴെ ചുവടുകൾ യഥാക്രമം പതിയുമ്പോൾ മുകളിലതാ ക്രമം തെറ്റാതെ പിന്നലുകൾ വിരിഞ്ഞു തുടങ്ങും. ഒരു നിമിഷം കണ്ണൊന്ന് തെറ്റിയാൽ അല്ലെങ്കിൽ ശ്രദ്ധയൊന്ന് പതറിയാൽ പിന്നലുകൾ പാതി വഴിയിൽ അസ്തമിക്കും. എന്നാൽ മാലതി ടീച്ചറുടെ കുട്ടികൾ യാതൊരു കൂസലുമില്ലാതെ വിജയപഥത്തിലേക്ക് അതാ ചുവടുകൾ വെക്കുന്നു. ഞങ്ങളിപ്പം കളിക്കുന്നത് 8 പേര് അല്ലെങ്കിൽ 10 പേര് അങ്ങനെ വെച്ചാണ് കളിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റെപ്പ് വെച്ച് കളിക്കുമ്പം ഇതിങ്ങനെ പിന്നി അത് ശരിക്കും മുടി പിന്നുന്ന പോലെ വരും. അത് പിന്നി ഇങ്ങ് വരും. ഓരോരുത്തരും ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അത് പിന്നി അത് കയറ് മുഴുവൻ തീരും ഒരു പാട്ടില്. പിന്നെ അടുത്ത കളി കളിക്കുമ്പോൾ ഈ പിന്നൽ മുടി പിന്നുന്ന പോലെ തന്നെ അത് ആ പിന്നെ അഴിച്ച് ഓരോ കെട്ടും അഴിച്ച് വരും. അതിനകത്ത് മുടി പിന്നണ പോലെ തന്നെയാണ് പിന്നൽ. അതിൻ്റെ ഒപ്പം ഡാൻസും കൂടെ വരും, തിരുവാതിരയും കൂടി വരും. അതാണ് പിന്നൽ തിരുവാതിര എന്ന് തന്നെ പറയാൻ കാര്യം. വളരെ ചെറുപ്പത്തിലെ തന്നെ നൃത്തങ്ങളെ ഉപാസിച്ചിരുന്ന മാലതി ടീച്ചർ പിന്നീട് എപ്പോഴോ നൃത്തത്തെക്കുറിച്ച് പഠിക്കുവാനും പുതിയ തലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനും തീരുമാനിക്കും. രഘുപുരത്തും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആദ്യം കളിപ്പിച്ചത്, പിന്നെ ദൂരദർശനിൽ കളിപ്പിച്ചു, എല്ലാ ക്ഷേത്രത്തിലും കളിപ്പിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഒരു മെഗ നടത്തിയാൽ എന്താണ്. അങ്ങനെയാണ് 70 ടീമിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പനമ്പള്ളി നഗർ സ്കൂൾ ഗ്രൗണ്ടില് മെഗാ തിരുവാതിര പിന്നൽ തിരുവാതിര നടത്തി. ഇൻക്ലൂഡിങ് ബോയ്സ്. ആൺകുട്ടികൾക്കും കളിക്കാം. പിന്നൽ തിരുവാതിര ആൺകുട്ടികൾക്കും കളിക്കാം. കളിപ്പിച്ച് ലിംക റെക്കോർഡ് നേടിയെടുത്തു. കൃഷ്ണന്റെ പാട്ടുകളാണ് പിന്നൽ തിരുവാതിരയ്ക്ക് പാടാൻ പാടുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം ഈ പിന്നൽ തിരുവാതിരയുടെ അതിൻ്റെ ഒരു ഇത് കൃഷ്ണലീല ഉൾക്കൊണ്ടിട്ടാണ് ഗോപികമാരുടെ. അപ്പൊ കൃഷ്ണന്റെ പാട്ടുകൾ മാത്രം എടുത്താൽ മതി തീരുമാനിച്ചു. അത് മാത്രം എടുത്താണ് കുട്ടികൾ കളിക്കുന്നത്. ഇപ്പൊ വേൾഡ് ഫേമസ് ആയി പിന്നൽ തിരുവാതിര. ഞാൻ അതിൽ അത്യധികം സന്തോഷിക്കുന്നു. പിന്നൽ തിരുവാതിരയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഇത്തിരി താളപ്രധാനമായിട്ടുള്ള, കാരണം ഇതൊരു എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതാണ് ഈ പിന്നൽ തിരുവാതിര എന്ന് പറയുന്നത്. ഒരാളുടെ കയ്യിൽ നിന്ന് തെറ്റിയാൽ ഒരിക്കലും ആ പിന്നൽ നേരെയാവില്ല. പക്ഷെ ഇന്ന് വരെ ഇപ്പം ഞങ്ങൾ ചെയ്തിട്ട് ടീച്ചറിൻ്റെ അഭ്യാസത്തിൻ്റെ ഇത് ചിട്ട കൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് വരെ ഒരു പ്രശ്നം അതിനുണ്ടായിട്ടില്ല. എന്നും നൃത്തരൂപങ്ങളെ വലിയ കൗതുകത്തോടുകൂടി കണ്ടിരുന്ന മാലതി ടീച്ചർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല തന്റെ ജീവിതത്തെ തന്നെ ആകമാനം ഈ തിരുവാതിര മാറ്റിമറിക്കും. എനിക്ക് ഈ പിന്നൽ തിരുവാതിര മുമ്പോട്ട് കൊണ്ടുവരണമെന്നും യുവജനോത്സവത്തിന് കൂടി ഇത് ഉൾപ്പെടുത്തണമെന്നും ഞാൻ മിനിസ്റ്റർക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്. അതിന് മറുപടി ഒന്നും വന്നിട്ടില്ല. ഫോക്ലോർ അക്കാദമി സമീപിക്കാൻ പറഞ്ഞു, അവരോടും പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് വളരെ അത്യധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആൺകുട്ടികൾക്കും കൂടി ഈ പിന്നൽ കളിക്കാൻ സാധിക്കും, അവരെ കൂടി ഉൾപ്പെടുത്തണം, അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക്. മുടിയിഴകൾ പിന്നുക എന്നതാണ് നമ്മുടെ മനസ്സിലേക്ക് പിന്നൽ എന്ന പദം കേൾക്കുമ്പോൾ
പെട്ടെന്ന് ഓടിയെത്തുന്ന ഓർമ്മ. എന്നാൽ മാലതി ടീച്ചർ ചകിരി പിരിക്കുന്ന 10 കയർ മുകളിലെ ഫാനിൽ കെട്ടിത്തൂക്കിയാണ് പിന്നൽ തിരുവാതിരയുടെ ഗവേഷണം ആദ്യമായി ആരംഭിക്കുന്നത്. മാലതി ടീച്ചറെ പോലെ കഴിവുകളുള്ള മറ്റൊരാൾ ഈ ലോകത്ത് തന്നെ ഇല്ല എന്നുള്ളത് അടിവരയിട്ടു പറയുന്നത് മറ്റാരുമല്ല, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അധികൃതനാണ്. മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. അതൊരു മഹാ അത്ഭുതം എന്ന് തന്നെ പറയാം. ആരും വിശ്വസിക്കില്ല, ഇത്രയും പ്രായത്തിൽ ഇത് എത്രയും കളിപ്പിച്ചുകൊണ്ട് നടക്കുമോ എന്നൊക്കെ വിചാരിച്ചാൽ. ആരെങ്കിലും പറയുമ്പോൾ അയ്യോ 85 വയസ്സിൽ ഇത്രയും ഒരാളെ കളിപ്പിക്കുമോ, അത്രയും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നടക്കണോണ്ട് നല്ല നല്ല ആരോഗ്യത്തോടു കൂടിയും കളിപ്പിച്ച് നല്ല സന്തോഷം. ടീച്ചറിനാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് എല്ലാവരും പഠിപ്പിച്ച. എന്നാൽ പ്രത്യേകിച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല, സന്തോഷം. ഞങ്ങൾക്കും അതുപോലെ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് അവിടെ ആ സമയം, ഞാനിപ്പോൾ ജോലി ചെയ്യണുണ്ട്, ജോലി ചെയ്യാത്തവരുണ്ട്, എങ്ങനെയെങ്കിലും സമയം കിട്ടി ഓടിയെത്തും ഞങ്ങൾ കളിക്കാനായിട്ട്. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വൈകുന്നേരമോ ഒക്കെ ഞങ്ങൾ ഓടിയെത്തും. ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറിനും ഭയങ്കര സന്തോഷമാണ്. ടീച്ചറിന് ഇങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ എത്തിയില്ലെങ്കിൽ നിങ്ങളെന്താ എത്താത്തേ, നിങ്ങളെന്താ വരാത്തേ, ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കളിപ്പിക്കലായി, പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കലായി. നിങ്ങൾ പോരെ ഞങ്ങൾ ഇവിടെയാണ്. അത്രയും ഭയങ്കര സന്തോഷമാണ് പുള്ളിക്കാരി. പ്രായാധിക്യത്തെ വകവെക്കാതെ, ഒന്നിരിക്കാതെ, ഒരു തുള്ളി വെള്ളം കുടിക്കാതെ തന്റെ കൂടെയുള്ള ശിഷ്യഗണത്തോടൊപ്പം കഠിനമായ പ്രാക്ടീസിലാണ് മാലതി ടീച്ചർ. അതായത് തിരുവാതിര കളിക്കുമ്പോൾ പഠിച്ച് കളിക്കുക, പക്ഷേ പിന്നൽ തിരുവാതിര കളിക്കുമ്പോൾ ശ്രദ്ധയാണ് ആവശ്യം. വളരെ ശ്രദ്ധിക്കണം. ഈ 10 പേര് കളിക്കുമ്പോൾ ഒരു കുട്ടി തെറ്റിച്ചാൽ ആ പിന്നൽ അഴിയില്ല. പാട്ട് കാണാതെ പഠിക്കണം, ശ്രദ്ധിച്ച് കളിക്കണം. ഓരോ ലൈനും വരുമ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് ആ പാട്ട് തീരുന്നത്, അഴിക്കാൻ തുടങ്ങുന്ന പാട്ടിന്റെ ലൈൻ ഏതാണ്, അത് മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നൽ തിരുവാതിര കളിക്കാൻ പാടുള്ളൂ. തെറ്റാതെ കളിക്കാൻ പറ്റൂ. തിരുവാതിര കളിയേക്കായാലും ആയാസം കുറഞ്ഞതാണ് പിന്നൽ തിരുവാതിര. തിരുവാതിര കളിക്ക് ഒരുപാട് ചിട്ടകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. ഗണപതി, സരസ്വതി, പദം, കുറത്തി, കുമ്മി, വഞ്ചി, മംഗളം, ഈ ചിട്ടയായിട്ട് കളിക്കണം. ഓരോന്നും ഓരോ ചുവടുകളാണ്. പിന്നൽ തിരുവാതിരയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല, കളിക്കാൻ ബുദ്ധിമുട്ടില്ല, ശ്രദ്ധയാണ് ആവശ്യം. വ്യത്യസ്തത ഒരു മനുഷ്യനെ വിഭിന്നനാക്കും എന്ന യാഥാർത്ഥ്യമാണ് മാലതി ടീച്ചർ നമുക്ക് നൽകുന്ന സന്ദേശം. വ്യത്യസ്തതയെ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും സംഭവത്തിന്റെ ചിത്രീകരണങ്ങൾ തേടി ഞങ്ങൾ യാത്ര തുടരും.